കൊല്ലം ഇളവൂരിലെ 6 വയസ്സുകാരി ദേവനന്ദിയുടെ മരണത്തിലെ ദുരൂഹതയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരും. മൃതദേഹം കിട്ടിയ സ്ഥലത്ത് ദേവനന്ദ എങ്ങനെ എത്തിയെന്നതാണ് പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിക്കുക. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരിക്കും അന്വേഷണത്തിന്റെ ഗതി തീരുമാനിക്കുക. ദേവനന്ദിയുടെ മരണത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ പരിക്കില്ല, ബലപ്രയോഗത്തിന്റെ അടയാളങ്ങൾ ഒന്നുമില്ല. മാത്രമല്ല, കുട്ടിയുടെ രക്തക്കുഴലിലും ശ്വാസകോശത്തിലും ചെളിയും ജലവും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് മുങ്ങിമരണമെന്ന നിഗമനത്തിലേക്ക് എത്തിയത്. എന്നാൽ ദേവനന്ദ എങ്ങനെ 200 മീറ്റർ അകലെയുള്ള ഇത്തിക്കരയാറിലേക്ക് എത്തിയെന്നതിൽ ദുരൂഹത തുടരുന്നു. തൊട്ടടുത്ത ആളൊഴിഞ്ഞ വീട് ചുറ്റി പോലീസ് നായ ഓടിയതും സംശയം വർദ്ധിപ്പിക്കുന്നു. വീടിന് തൊട്ടടുത്ത ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോകുന്നതിനായാണ് ദേവനന്ദ സംഭവം നടന്ന ദിവസം സ്കൂളിൽ പോകാതിരുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായി താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ മണൽച്ചാക്ക് പാലത്തിന് അധികം ദൂരെയല്ലാതെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടി ക്ഷേത്രത്തിലേക്ക് ഒറ്റയ്ക്ക് പോയതാണോ എന്ന സംശയം നിലനിൽക്കുന്നു. എന്നാൽ ദേവനന്ദ ഒറ്റയ്ക്ക് വീടിനു പുറത്തേക്ക് ഇറങ്ങാറില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അന്വേഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനായി അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 കൊല്ലം. താമരശ്ശേരി കാരാടിയിൽ നിന്നും വരട്ടിയാക്കിലേക്കുള്ള റോഡിന്റെ നവീകരണം ഇഴയുന്നു. ദുരിതമനുഭവിക്കുകയാണ് ഇതുമൂലം ജനങ്ങൾ. പൊടിശല്യം മൂലം നാട്ടുകാർ പൊറുതിമുട്ടിയിട്ടും അധികൃതർക്ക് അനക്കമില്ല. കാരാടിയിൽ നിന്നും അണ്ടോണ, മാനിപുരം, പിലാശ്ശേരി ഭാഗത്തേക്കുള്ള റോഡാണ് നവീകരിക്കുന്നത്. പ്രവൃത്തി തുടങ്ങി കാലങ്ങളായിട്ടും റോഡ് ഗതാഗതയോഗ്യമായില്ല. ഉപരിതല നവീകരണത്തിന് പുറമെ താഴ്ന്ന ഭാഗങ്ങൾ ഉയർത്തുക, ഡ്രെയിനേജും നടപ്പാതയും ആധുനിക രീതിയിൽ പുതുക്കിപ്പണിയുക, വളവുകൾ നിവർത്തുക, സംരക്ഷണ ഭിത്തി നിർമ്മാണം എന്നിവയും ചെയ്യേണ്ടതുണ്ട്. 1.5 വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 2 വർഷം പിന്നിടുമ്പോഴും പാതി വഴിയിലാണ്. പൊടിശല്യം കാരണം യാത്രക്കാരും നാട്ടുകാരും വ്യാപാരികളും പൊറുതിമുട്ടി. എന്ത് പറഞ്ഞാലും ഒക്കെ ആണെന്നറിയും, അല്ലാണ്ട് ഒന്നും ഒരു ചെയ്ത് തീർക്കുന്നില്ല. അതാണ് ഈ പണിയൊന്ന്. ഇവിടെയുള്ള മണ്ണെടുത്ത് കരിയിറ്റിപ്പറമ്പ് കൊണ്ടിടും, കരിയിറ്റിപ്പറമ്പിൽ മണ്ണെടുത്ത് ഇവിടെ കൊണ്ടിടും. ഒരു നേക്കില്ലാത്ത പണിയായിട്ടാണ്. മഴക്കാലത്ത് റോഡ് ചെളിക്കുളമായി മാറും. പരാതി പറഞ്ഞ് നാട്ടുകാർ മടുത്തു. പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ കണ്ടമട്ടില്ല. ഞങ്ങളൊക്കെ അവസ്ഥ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓട്ടോ ഇല്ല, പീടികയിൽ കച്ചവടവും ഇല്ല. ആൾക്കാർ ഈ റോഡിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് പുറമെന്നൊരാളും ഈ റൂട്ടിൽ വരുന്നതന്നെയല്ല. ആവശ്യത്തിന് തൊഴിലാളികളില്ലാതെയാണ് പ്രവർത്തനം പുരോഗമിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് 18 താമരശ്ശേരി. കൊട്ടാരക്കര പുത്തൂരിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം. മെറ്റലുകൾ ഇളകി പൊടിശല്യം രൂക്ഷമായതിനാൽ കട തുറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പുത്തൂരിൽ നിന്നും ഞാങ്കടവ് വഴി ഏനാത്തെത്തിച്ചേരുന്ന പ്രധാന റോഡാണ് തകർന്നത്. മെറ്റലുകൾ ഇളക്കിയിട്ടും ടാറിംഗ് നടത്തിയില്ല. പൊടിശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ ദുരിതത്തിലാണ്. ഭയങ്കരമായ പൊടി എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. ഇതൊന്നും അധികാരികളുടെ ഇതിൽ അവർക്കൊന്നും അറിയണ്ട. അവരൊക്കെ ഈ റോഡിലൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അവർക്കൊന്നും ഒരു വിഷയമില്ല. കാരണം അവരും അടിച്ചു കയറി ഇങ്ങനെ പോവുക. പിള്ളേർക്കും വലിയ വലിയ ആൾക്കാർക്കും ഒക്കെ പ്രായമുള്ളവർക്കൊക്കെ വീഴിയാണ് ഈ റോട്ടിൽ കൂടി. വണ്ടിയൊക്കെ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എത്ര നാളിത് പറഞ്ഞിട്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നു, ഒരിക്കലും നന്നാകുന്നില്ല. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായി. ബന്ധപ്പെട്ട കോൺട്രാക്ടർ ഭാഗത്തു നിന്നോ ഈ റോഡിനെ സഞ്ചാരയോഗ്യമാക്കി തീർക്കാനുള്ള യാതൊരു നടപടികളും നാളിതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. അതിലൊക്കെ ഗതികെട്ട ഒരു അവസ്ഥയെന്ന് പറയുന്നത്, ഈ റോഡിൻ്റെ തൊട്ടയലോത്ത് താമസിക്കുന്ന പൊടിക്കുഞ്ഞുങ്ങൾ, 2.5 വയസ്സ് പ്രായമുള്ള കുട്ടി, തൊട്ടപ്പുറത്ത് താമസിക്കുന്ന 2.5 മാസം പ്രായമുള്ള കുഞ്ഞ്, ഈ കുഞ്ഞുങ്ങളൊക്കെ തന്നെയും ഈ ഗതികെട്ട പൊടി ശ്വസിച്ച് മാറാരോഗികളായി തീരുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ റോഡിന് നിലവിലുള്ള അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട നിർമ്മാണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ടാറിംഗ് തടസ്സപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. സംസ്ഥാന പാതയിലെ ഇടുങ്ങിയ പാലങ്ങൾ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. പാലം വീതി കൂട്ടി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. മൂന്നാർ കുമളി സംസ്ഥാന പാതയിൽ പൂപ്പാറ മുതൽ നെടുങ്കണ്ടം വരെയുള്ള ഭാഗത്താണ് അപകടക്കെണി ഒരുക്കുന്ന കല്ലിങ്കുകളും പാലങ്ങളുമുള്ളത്. കുടിയേറ്റ കാലത്ത് നിർമ്മിച്ച റോഡുകൾ നവീകരിക്കുകയും സംസ്ഥാന ദേശീയപാതകളായി മാറുകയും ചെയ്തു. എന്നാൽ വീതി കുറഞ്ഞ പഴയ പാലങ്ങൾ പുനർനിർമ്മിച്ചിട്ടില്ല. മൂന്നാർ, കുമളി തുടങ്ങിയ ഹൈറേഞ്ചിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതയിൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ അപകടങ്ങളും പതിവായിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച ചതുരംഗപ്പാറയിലെ ഇടുങ്ങിയ പാലത്തിൽ നിന്നും കാർ തോട്ടിലേക്ക് മറിഞ്ഞ് യുവ ഡോക്ടർ മരിച്ചിരുന്നു. ശാന്തൻപാറയ്ക്ക് സമീപത്തെ ചന്നക്കട പാലത്തിൽ നിന്നും ലോറി തോട്ടിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. ചന്നക്കട പാലത്തിന്റെ നിർമ്മാണത്തിന് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ 2 കോടി രൂപ നീക്കിവെച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. അപകടാവസ്ഥയിലായ മറ്റ് 4 കലുങ്കുകളും വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് കരാർ നൽകിയതായി പൊതുമരാമത്ത് വിഭാഗം അധികൃതർ പറയുന്നു. എന്നാൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതായാണ് ആരോപണം. ജില്ലയിലെ ഏറ്റവും പഴക്കമുള്ള
ഒരു റോഡിൽ സംസ്ഥാന പാതയിൽ ഏറ്റവും അപകടാവസ്ഥയിലെ ഇത്രയും പാലങ്ങൾ എത്രയും വേഗം ഇതിൻ്റെ കൈവരികൾ കെട്ടിയെങ്കിലും സംരക്ഷിച്ചില്ല എങ്കിൽ തുടർച്ചയായി അപകടങ്ങൾ തടയണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരമാർഗം ചെയ്തേ പറ്റുള്ളൂ. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പാലങ്ങളുടെ പുനർനിർമ്മാണം വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ശാന്തൻപാറ. കാട്ടാന ആക്രമണത്തിൽ പൊറുതിമുട്ടി ഇടുക്കിയിലെ മലയോര ജനത. സൂര്യനെല്ലി, ചിന്നക്കനാൽ, ശാന്തൻപാറ, പൂപ്പാറ അടക്കമുള്ള മേഖലകളിൽ കാട്ടാന ആക്രമണം നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. 10 വർഷത്തിനിടയിൽ ആനക്കല്ലിയിൽ പൊലിഞ്ഞത് 38 മനുഷ്യജീവനാണ്. 2 പതിറ്റാണ്ടിനിടയിൽ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ 38 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. തോട്ടം തൊഴിലാളികളാണ് കൂടുതലും കാട്ടാനാക്രമണത്തിന് ഇരകളായത്. മൂലത്തറ, ആനയിറങ്കൽ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത്. ഈ മേഖലയിൽ മാത്രമായി 26 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സൂര്യനെല്ലിയിലെ തങ്കരാജാണ് ആനക്കലിയുടെ അവസാന രക്തസാക്ഷി. ഏക്കർ കണക്കിന് കൃഷിയിടവും നിരവധി വീടുകളും ഏലക്ക സ്റ്റോറുകളും അടക്കം കാട്ടാനകൾ തകർത്തെറിഞ്ഞു. രാത്രി പടക്കം പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കിയും വീടിന് പുറത്ത് ആഴികൂട്ടി കാവലിരുന്നുമൊക്കെയാണ് നാട്ടുകാർ കാട്ടാനകളെ പ്രതിരോധിക്കുന്നത്. ഇത് മാസത്തിൽ ഒരാളെ വെച്ച് ആന കൊന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് ചിന്നക്കനാലുകാർ ഇറങ്ങാൻ പോവുക. ഇതൊരു സൂചനയാണ് ഞങ്ങൾ പറയുന്നത്. ശക്തമായ നടപടി കേരള സർക്കാർ തീരുമാനിച്ച് ഞങ്ങൾക്കൊരു ശക്തമായ നടപടി കേരള സർക്കാരിനോട് ചിന്നക്കനാൽ വില്ലേജുകാർ, ചിന്നക്കനാൽ പഞ്ചായത്തിലുള്ള പൊതുജനങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണമൊരുക്കാൻ സംസ്ഥാന സർക്കാർ ബജറ്റിൽ കോടിക്കണക്കിന് രൂപ വകയിരുത്തിയെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനമാകുന്നില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 ചിന്നക്കനാൽ. വേനൽ കടുത്തതോടെ കാട്ടുതീ ഭീതിയിലാണ് ഇടുക്കി ഹൈറേഞ്ച് മേഖല. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലും മലമേടുകളിലും കാട്ടുതീ വ്യാപകമായി. കഴിഞ്ഞ ദിവസം അടിമാലി മേഖലയിലുണ്ടായ കാട്ടുതീയിൽ വീടിനും തീപിടിച്ചിരുന്നു. കാട്ടുതീ പ്രതിരോധിക്കാൻ വനം വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഹൈറേഞ്ചിലെ വിവിധയിടങ്ങളിൽ കാട്ടുതീ പടരുന്നുണ്ട്. അടിമാലി ടൗണിനോട് ചേർന്ന ജനവാസ മേഖലയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം തീ പടർന്നു. ഒരു വീടിന് കേടുപാടുകൾ സംഭവിച്ചു. സമീപത്തുണ്ടായിരുന്ന മറ്റു വീടുകൾക്ക് സമീപം വരെ തീ പടർന്നെങ്കിലും നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സമയോചിത ഇടപെടൽ ദുരന്തം ഒഴിവാക്കി. കാട്ടിലെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം ഇതുപോലെ തന്നെയാണ്. ഇത് കാട്ടുതീ തടയുന്നതിന് വേണ്ട നടപടികൾ ഈ വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇനിയും ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കുറേ കാട് കത്തി നശിക്കുകയും അതുപോലെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥ തകരുകയും ചെയ്യുന്നു. ഏതാനും ദിവസമായി അടിമാലി, കുരങ്ങാട്ടി മലമുകളിൽ കാട്ടുതീ പടരുന്നുണ്ട്. കുരിശുപാറ, കോട്ടപ്പാറ മേഖലയിലടക്കം ഏക്കർ കണക്കിന് വനഭൂമിയാണ് ഒരാഴ്ച കൊണ്ട് കത്തി ചാമ്പലായത്. ന്യൂസ് 18 അടിമാലി. തിരുവനന്തപുരത്തെ ഉറങ്ങാത്ത നഗരം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ടെക്നോ പാർക്കും എയർപോർട്ടും പാളയവും തമ്പാനൂരും. മാർച്ച് പകുതിയോടെ ഇവിടങ്ങളിലെ സ്ഥാപനങ്ങളിലും നിരത്തുകളിലും രാത്രിയിലും സജീവമാകും. പകൽ സമയങ്ങളിലെ വിലയും യാത്രാ നിരക്കും തന്നെയാകും രാത്രിയിലും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും മുഴുവൻ സമയം സജീവമായ നിരത്തുകളും. മാർച്ച് പകുതിയോടെ ഉറങ്ങാത്ത നഗരം പദ്ധതി യാഥാർത്ഥ്യമാകും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികളുടെ യോഗം ഉടൻ ചേരും. എന്തായാലും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുമെന്നുള്ള ഉറപ്പാണ് നൽകുന്നത്. മുഴുവൻ സമയം ഉണർന്നിരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെ ആകണമെന്ന് മേയർ ഫേസ്ബുക്കിലൂടെ ജനങ്ങളുടെ അഭിപ്രായം തേടിയിരുന്നു. 500-ലധികം കമന്റുകളെത്തി. കഴക്കൂട്ടം, ഇഞ്ചക്കൽ ബൈപ്പാസ്, എയർപോർട്ട്, തമ്പാനൂർ, പാളയം, കിഴക്കേക്കോട്ട, ഇങ്ങനെ നീണ്ടു ജനാഭിപ്രായം. അപ്പോൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, പല ആളുകൾ പറയുന്ന കേന്ദ്രങ്ങളുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ടെക്നോ പാർക്ക്, നഗരത്തിൻ്റെ ഹൃദയഭാഗം, സെക്രട്ടേറിയറ്റ്, പാളയം തുടങ്ങിയ സ്ഥലങ്ങൾ, ഇതെല്ലാം തന്നെ ആളുകളുടെ അഭിപ്രായത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മാളുകൾ ഉൾപ്പെടെ രാത്രിയും തുറക്കുന്നത് പരിഗണനയിലുണ്ട്. എന്നാൽ രാത്രിയിലെ ഷോപ്പിങ്ങിന് ചെലവേറുമെന്ന ആശങ്ക വേണ്ട. രാത്രിയും പകലും ഒന്നുപോലെ തന്നെ. വിലയുടെ കാര്യത്തിലും മാറ്റം വരേണ്ടതില്ല. പിന്നെ യാത്രാ കാര്യങ്ങളിലും മാറ്റം വരേണ്ടതില്ല. അതിനൊന്നും ചാർജ് വർദ്ധിപ്പിക്കേണ്ടതില്ല. IT, വ്യവസായം, ടൂറിസം തുടങ്ങി നഗരത്തിന്റെ സമഗ്രമായ വികസനമാണ് നൈറ്റ് ലൈഫിലൂടെ ലക്ഷ്യമിടുന്നത്. പഠനത്തോടൊപ്പം ജോലി ചെയ്ത് വരുമാനം കണ്ടെത്താൻ വിദ്യാർത്ഥികൾക്കും നൈറ്റ് ലൈഫ് പദ്ധതി പ്രയോജനകരമാവും. ന്യൂസ് 18 തിരുവനന്തപുരം. ചെട്ടികുളങ്ങരയിലെ കുംഭഭരണി ദിനത്തിൽ സദ്യവട്ടത്തിന് കൊഞ്ചുമാങ്ങ മുഖ്യ വിഭവം. ഉണക്കക്കൊഞ്ചും പച്ചമാങ്ങയും മുരിങ്ങക്കായും തേങ്ങയരച്ച് വറ്റിക്കുന്ന കൊഞ്ചുമാങ്ങയും ഓണാട്ടുകരയിലെ പ്രത്യേക കൊഞ്ചുമാങ്ങ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭവം തന്നെയാണ്. അതുണ്ടാക്കാത്ത ഒരു വീടും ഇല്ല. ചെട്ടികുളങ്ങരക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം നോൺ വെജ് കഴിക്കാത്തവർക്ക് പോലും കുംഭഭരണി ദിനത്തിൽ നമുക്ക് കൊഞ്ചുമാങ്ങ കൊടുക്കുകയും ചെയ്യാം, അവർ കഴിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
ഇതുണ്ടാക്കാനും വളരെ വളരെ എളുപ്പമാണ്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കഴിയാൻ പറ്റും. വലിയ പാടൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കൊഞ്ചുമാങ്ങ. കുംഭഭരണിക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രദേശത്ത് ഉണക്കക്കൊഞ്ചിന്റെയും പച്ചമാങ്ങയുടെയും കച്ചവടം പൊടിപൊടിക്കും. കിലോയ്ക്ക് 600 രൂപ മുതൽ 900 രൂപ വരെയാണ് ഉണക്കക്കൊഞ്ചിന്റെ നിലവിലെ വില. വില എത്രയേറിയാലും ചെട്ടികുളങ്ങര അമ്മയുടെ ഭക്തർക്ക് കൊഞ്ചുമാങ്ങയില്ലാതെ ഭരണിയാഘോഷം പൂർണ്ണമാകില്ല. ന്യൂസ് 18 ചെട്ടികുളങ്ങര. തൊടുപുഴയിൽ MG യൂണിവേഴ്സിറ്റി കലോത്സവം 2ാം ദിനം പിന്നിടുമ്പോൾ അരങ്ങും വേദിയും കലോത്സവ ലഹരിയിലാണ്. 8 വേദികളും സജീവമായതോടെ സദസ്സിന്റെ ജനപങ്കാളിത്തവും ആവേശത്തിലായി. 76 മത്സരാർത്ഥികൾ പങ്കെടുത്ത മോണോ ആക്ട് മത്സരത്തിൽ മികവ് പുലർത്തിയത് വിരലിലെണ്ണാവുന്നത് മാത്രമാണ്. എന്നാൽ ഓട്ടംതുള്ളലിലും ഭരതനാട്യത്തിലും പങ്കെടുത്ത മത്സരാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ ആസ്വാദക സദസ്സും സമ്പന്നമായി. ഇനി കാർഷിക കേരളം. തരിശുഭൂമിയിൽ വിഷരഹിത പച്ചക്കറി വിളയിക്കുകയാണ് മലപ്പുറം അരീക്കോട് കുന്നത്തുതൊടി സ്വദേശി KK അലി. പതിറ്റാണ്ടിലേറെ തരിശായി കിടന്ന ചീക്കുളം പാടം കൃഷിയോഗ്യമാക്കിയാണ് കൃഷി ചെയ്യുന്നത്. പ്രദേശത്തെ കാട്ടുപന്നി ശല്യം കൃഷിക്ക് തടസ്സമാകുന്നുണ്ട്. 2 ഏക്കർ സ്ഥലത്താണ് കൃഷി. അരീക്കോട് ചീക്കുളം പാടത്താണ് കർഷകനായ KK അലിയുടെ കൃഷി. പതിറ്റാണ്ടുകളായി തരിശായി കിടന്ന ഭൂമി ഉഴുതുമറിച്ച് വിത്തെറിഞ്ഞതോടെ മികച്ച വിളവ് ലഭിച്ചു. വെണ്ട, പയറ്, വെള്ളരി, കക്കിരി, വഴുതന, മത്തം, കുമ്പളം തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. അരീക്കോട് കൃഷിഭവൻ എല്ലാ സഹായവും നൽകുന്നുണ്ട്. എല്ലാവരും എന്നോട് ഈ ചീക്കുളപ്പാടാണ്, ചീഞ്ഞു പോണ സ്ഥലമാണ്, വേനൽക്ക് ഉണങ്ങി പോണ സ്ഥലമാണ്, ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞെങ്കിലും അപ്പോൾ ഒന്നും കൂടി വാശി കൂടി കർഷകരൻ അങ്ങനെ പറഞ്ഞ് എന്നെ ചടപ്പിച്ചു. അപ്പോൾ ചടപ്പിക്കല്ല, ഏത് കർഷകരാണെങ്കിലും ഇതിക്ക് ഒരു ഉൽപാദനം കൊടുത്തിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പ്രദേശത്തെ വന്യമൃഗശല്യം കൃഷിക്ക് തിരിച്ചടിയാകുമോ എന്നും ആശങ്കയുണ്ട്. തരിശായി കിടക്കുന്ന സ്ഥലത്ത് തരിശുനില പച്ചക്കൃഷിയായിട്ടാണ് ഇത് നമ്മൾ ചെയ്തത്. ഏകദേശം 2.5 ഏക്കറോളം സ്ഥലത്തുണ്ട്. എല്ലാം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു കഠിനാധ്വാനം കൊണ്ടാണ് ഇന്നത്തെ ഈ വിളവെടുപ്പിലേക്ക് പാകുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചീക്കുളം പാടെന്ന് പറഞ്ഞാൽ ഏകദേശം വർഷങ്ങളായിട്ട് തരിശായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. വിളവെടുപ്പ് ഉത്സവം അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറമ്പൻ ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 അരീക്കോട്. പ്രളയം തകർത്ത പാടശേഖരങ്ങളിൽ നിന്നും 100 മേനി വിളവെടുത്ത പത്തനംതിട്ട ജില്ലയിലെ കർഷകർ. കതിരണിഞ്ഞ പാടശേഖരങ്ങൾ കൊയ്യുന്നതിലും നെല്ല് സംഭരണത്തിലുമുള്ള തിരക്കിലാണ് പലരും. പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് കർഷകർ. 3700 ഹെക്ടറിലാണ് ജില്ലയിൽ ഇക്കുറി നെൽകൃഷിയുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 20% വർധന. അപ്പർ കുട്ടനാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള കോന്നി, പ്രമാടം, വള്ളിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലെ പാടശേഖരങ്ങളിലാണ് കൊയ്ത്തും നദിയും നെല്ല് സംഭരണവും സജീവമായിരിക്കുന്നത്. പ്രളയം തകർത്ത പാടശേഖരങ്ങളിൽ നിന്നും പ്രതിസന്ധികൾ മറികടന്ന് 100 മേനി വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കർഷകർ. ഇത്തവണ കാലാവസ്ഥ കുറച്ച് അനുകൂലമായിരുന്നു. അവസാന സമയത്ത് സ്വല്പം വരൾച്ച പോലെ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. വെള്ളം ആവശ്യത്തിന് നിരന്ന് കതിരൊക്കെ ആയതിനു ശേഷം ഒരാഴ്ച കൂടെ കിട്ടേണ്ടതായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഇത് കാണും. അല്ലാതെ മറ്റു കുഴപ്പങ്ങളായിട്ട് ഇല്ല. ഈ വർഷം കൃഷിയെ പറ്റി പറഞ്ഞാൽ കൃഷി ലാഭകരമായിട്ടിരിക്കുക. വള്ളിക്കോട് പഞ്ചായത്തിൽ മാത്രം 130 ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷിയുള്ളത്. യന്ത്രസഹായത്തോടെയാണ് കൊയ്ത്തും മെതിയും കച്ചുകെട്ടുമെല്ലാം നടക്കുന്നത്. പുതിയ സംവിധാനം കർഷകർക്കും ആശ്വാസമാകുന്നു. നെൽകൃഷി ആരംഭിക്കുന്നത് മുതൽ നെല്ല് സംഭരണം വരെയുള്ള മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും കൃഷിവകുപ്പ് നൽകുന്നുണ്ട്. 100% സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് 1 ഹെക്ടറിന് 100 കിലോ വരെ നെല്ല് ഉമ എന്ന് പറയുന്ന നെൽവിത്ത് നമ്മുടെ കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്ന് സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ത്രിതല ഗ്രാമപഞ്ചായത്തുകളുടെ വകയായിട്ട് 1 ഹെക്ടറിന് 17,500 രൂപ കൂട്ടുകൂലി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ്സ്റ്റൈനബിൾ അതോടൊപ്പം തന്നെ RKV പദ്ധതി പ്രകാരം 1 ഹെക്ടറിന് 5,500 രൂപയും സബ്സിഡി ആയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഉത്പാദിപ്പിക്കുന്ന നെല്ല് സപ്ലൈകോ നേരിട്ട് സംഭരിക്കും. 1 ഹെക്ടർ സ്ഥലത്ത് നിന്നും 6 ടൺ വരെ നെല്ല് ലഭിക്കും. തരിശുനിലം കൃഷിയോഗ്യമാക്കിയതും പുതിയ കാർഷിക സംസ്കാരവും നെൽകൃഷി വർദ്ധിക്കാൻ സഹായകരമാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 വള്ളിക്കോട്. ഇടുക്കിയിൽ ഇന്നലെയും ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്നലെ ഉച്ചയ്ക്കും രാത്രി 7:30-ക്കും
10:30-ക്കുമാണ് ഭൂചലനമുണ്ടായത്. രാത്രിയിൽ അനുഭവപ്പെട്ട ഭൂചലനത്തെ തുടർന്ന് ആളുകൾ പരിഭ്രാന്തരായി വീടിന് പുറത്തിറങ്ങി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. റിക്ടർ സ്കെയിലിൽ തീവ്രത 2 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും പ്രഭവ കേന്ദ്രം കാൽവരി മൗണ്ടാണെന്നും KSEB സുരക്ഷാ വിഭാഗം വ്യക്തമാക്കി. ഭൂചലനത്തെ തുടർന്ന് ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ആശങ്കയിലാണ്. ഇടവേള. നാരോക്കടവ് കോറിക്കെതിരെ പ്രതിഷേധവുമായി ബാണാസുര സംരക്ഷണ സമിതി. റെഡ് സോണിൽപ്പെട്ട കോറിയുടെ പട്ടയം റദ്ദാക്കാൻ 1 വർഷം മുമ്പ് അന്നത്തെ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി. എന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ പിൻവലിച്ചതിനാലാണ് കോറി പ്രവർത്തനം തുടർന്നതെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. പാരിസ്ഥിതികാഘാതം നേരിട്ട പ്രദേശങ്ങളിൽ നിന്ന് 500 മീറ്റർ അകലെ മാത്രമേ ക്വാറികളുടെ പ്രവർത്തനം പാടുള്ളൂ എന്ന ഉത്തരവ് പ്രകാരം നാരോക്കടവ് ശില ബ്രിക്സ് ആൻഡ് ഗ്രാനൈറ്റ് എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഉത്തരവിട്ടിരുന്നു. ഈ മാസം 13-ന് ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ക്വാറികൾക്കുള്ള നിയന്ത്രണം പിൻവലിച്ചതിനെ തുടർന്നാണ് മാർച്ച് 31 വരെ ക്വാറികൾക്ക് തുടർ പ്രവർത്തനാനുമതി ലഭിച്ചത്. എന്നാൽ മുൻ ജില്ലാ കളക്ടർ പട്ടയം റദ്ദു ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ബാണാസുരമല സംരക്ഷണ സമിതിയുടെ പരാതി. ഇന്നലെ ഇന്നുമായി 100 കണക്കിന് ലോഡ് കല്ലാണ് ആ കോറിയിൽ നിന്ന് പോയത്. ഈ കോറി തുറക്കാനുള്ള ഒരു ഉത്തരവും ഒരു ഓഫീസിലും ഇതുവരെ ലഭിച്ചതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ഈ ക്വാറിയുടെ 200 മീറ്റർ പരിധിയിലാണ് പെരുങ്കുളം വാളാരം ആദിവാസി കോളനികൾ. കഴിഞ്ഞ 2 വർഷവും ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണിത്. ഇറക്കിയ ഉത്തരവ് പോലും നടപ്പിലാക്കാത്തതിൽ അമർഷത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 വയനാട്. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, എന്താണ് നാട്ടുകാരുടെ പരാതി? ആരാണ് ഈ കോറി തുറന്ന് പ്രവർത്തിക്കുന്നതിന് ഒത്താശ ചെയ്യുന്നത്? ഇത് ദീർഘനാളമായി ഈ പ്രദേശത്തുകാരുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയ ഒരു കോറിയാണ്. കാരണം 2 പ്രളയങ്ങൾക്കിടയിലും വലിയ നാശനഷ്ടങ്ങളുണ്ടായ, വലിയ ഉരുൾപൊട്ടൽ അടക്കമുണ്ടായ പ്രദേശമാണിത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇത് റെഡ് സോണിൽ പെടുത്തിയിരുന്നു. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖല, ഇത്തരത്തിൽ ദുരന്ത സാധ്യതയുള്ള മേഖല എന്ന നിലയിൽ തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി റെഡ് സോണിൽ പെടുത്തുകയും ഈ കോറിയുടെ അടക്കം ഇത്തരത്തിലുള്ള പട്ടയം റദ്ദു ചെയ്യുന്നതിന് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാരടക്കം പ്രതിഷേധിക്കുന്നത്. പരിശോധനയിൽ നമുക്കും അത്തരത്തിൽ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ജില്ലാ ഭരണകൂടം പറയുന്നത് ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ നടക്കുന്നതേയുള്ളൂ. നിലവിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പ്രദേശത്തില്ല. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായി ഈ കോറിയെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കോറി മാർച്ച് 31 വരെ കോറിക്ക് പ്രവർത്തിക്കാൻ ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രവർത്തനം തുടരുന്നു എന്നാണ് പറയുന്നത്. ഇത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത്രയും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് വീണ്ടും ഈ ദുരന്ത സാധ്യതകൾ നിലനിൽക്കുന്ന രതീഷ്, മുൻ ജില്ലാ കളക്ടർ ഈ കോറിയുടെ പ്രവർത്തനം തടഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് ഇതുവരെ നടപ്പാക്കിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് വീണ്ടും ജില്ലാ ഭരണകൂടം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുവാദം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവർത്തനാനുമതി തുടരുന്നത്? പ്രളയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ജില്ലയിലെ 6 കോറികളാണ് ഈ പ്രളയത്തിന് മുൻപ് പ്രവർത്തിച്ചിരുന്നത്. ഈ 6 കോറികളുടെയും പ്രവർത്തനം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക സാഹചര്യത്തിൽ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചിരുന്നു. തുടർന്ന് പ്രളയത്തിന് ശേഷം, മാസങ്ങൾക്ക് ശേഷം സ്ഥിതി പൂർവ്വസ്ഥിതിയിലായെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും പറഞ്ഞുകൊണ്ടുള്ള വിലയിരുത്തലിന് ശേഷം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഈ നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയായിരുന്നു. സാങ്കേതികമായി മാത്രമുള്ള ഈ പിൻവലിക്കലിനെ തുടർന്നാണ് ഈ കോറി ഉടമ അല്ലെങ്കിൽ കോറികൾ മാർച്ച് 31 വരെ പ്രവർത്തിക്കാമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കോറിയും ഈ സാങ്കേതിക. രതീഷ്, തിരിച്ചു വരാം. ഇപ്പോൾ തങ്കമണി, വെള്ളമുണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ തങ്കമണി, ഈ ക്വാറി പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. വലിയ പരാതിയുമുണ്ട്. എന്താണ് പഞ്ചായത്തിന് പറയാനുള്ളത്? പഞ്ചായത്തിന് പറയാനുള്ളത്, നിയമാനുസൃതമായ കോറിയാണെങ്കിൽ മാത്രം പ്രവർത്തിക്കും, അല്ലാത്തതാണെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒന്ന്. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ലൈഫ് പദ്ധതിയിലെ സമ്പൂർണ്ണ വീടുകൾ നിർമ്മിക്കേണ്ട ഒരു ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. കാരണം കോറി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കല്ലെടുക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ റോഡുകൾ പണി പൂർത്തിയാക്കാൻ വേണ്ടി ഞങ്ങൾക്കിപ്പോൾ 45ഓളം റോഡുകൾ തന്നെ ടെൻഡർ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം
മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നാണ് കല്ലുകൊണ്ടൊരു ശ്രീമതി തങ്കമണി, പക്ഷെ അതൊരു ന്യായീകരണമല്ലല്ലോ. കാരണം പരിസ്ഥിതി ലോല പ്രദേശത്ത് പ്രവർത്തിക്കുന്നു, റെഡ് സോണിൽ പ്രവർത്തിക്കുന്ന കോറിയാണിത്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം തടയേണ്ടതല്ലേ? പക്ഷെ പരിസ്ഥിതി പ്രവർത്തനം അത് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ അതിനൊക്കെ ഇത് ചെയ്യേണ്ടത് റവന്യൂ വില്ലേജാണ് നോക്കേണ്ടത്. അല്ല, അന്തിമ അനുമതി പഞ്ചായത്തല്ലേ നൽകേണ്ടത്? അന്തിമ അനുമതി പഞ്ചായത്തല്ലേ നൽകേണ്ടത്? അത് ഇപ്പോൾ പഞ്ചായത്ത് നൽകിയിട്ടുണ്ടോ, അതോ അനധികൃതമായാണോ ഈ കോറി പ്രവർത്തിക്കുന്നത്? ഇല്ലില്ല, അത് പരിശോധിച്ചിട്ട് നിയമാനുസൃതമാണെങ്കിൽ കോറി പ്രവർത്തിക്കും, അല്ലാത്ത പക്ഷമാണെങ്കിൽ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. ശ്രീമതി തങ്കമണി തുടരുക. ഇപ്പോൾ പുരുഷോത്തമൻ ബാണാസുര സംരക്ഷണ സമിതി അംഗമാണ്, അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ശ്രീ പുരുഷോത്തമൻ, എന്താണ് നിങ്ങളുടെ പരാതി? ഞങ്ങളുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് 2008 മുതൽ 2020 വരെ ലീസ് പ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോറിയായിരുന്നു. ഇത് കേരള ലാൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം 1964 ആക്ട് പ്രകാരം ഈ ഭൂമിയിൽ വീട് വെച്ച് താമസിക്കാനും കൃഷിക്കും മാത്രമേ അനുമതിയുള്ളൂ. ഈ ലീസ് പ്രകാരം പ്രവർത്തിക്കുന്ന കോറി ആ പ്രദേശത്ത് കഴിഞ്ഞ 2 വർഷക്കാലത്തെ പ്രളയത്തിൽ വ്യാപകമായ ഉരുളുപൊട്ടലുണ്ടായി. 2018 ഉരുളുപൊട്ടലില് ഇതിന്റെ തൊട്ടടുത്തായി 2 ആദിവാസി കോളനിയുണ്ട്. ഈ 2018 ഉരുളുപൊട്ടലില് ഇവിടെ കോളനിക്കുള്ളിൽ ഉരുൾപൊട്ടൽ നടന്ന് അവിടുത്തെ വീട്ടുകാരെ മുഴുവൻ താമസിച്ച് നൽകുന്ന മാറ്റേണ്ട ഒരു സാഹചര്യം വന്നു. അന്നേരം അന്നത്തെ ജില്ലാ കലക്ടർ നേരിട്ട് കോളനിയിലെത്തുകയും കോളനിക്കാരോട് എന്താണ് പ്രശ്നങ്ങൾ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന കോറി കൊണ്ടാണ് ഇവിടെ വ്യാപകമായ ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അയാളൊരു പഠന സംഘത്തെ ഏർപ്പാടാക്കി. അതിന്റെ ഭാഗമായിട്ട് ആ കോറി 2018 ആ കോറി അടച്ചുപൂട്ടി. അതിനുശേഷം ഈ അത്താണിക്കോറിയും ശിലാക്കോറിയും തമ്മിൽ 200 മീറ്റർ ദൂരത്തിലേ ഉള്ളൂ. ഈ അത്താണിക്കോറി റെഡ് സോണിലാണ്, തൊട്ടടുത്തുള്ള കോറി ഓറഞ്ച് സോണിലാണ് ഇത് പ്രവർത്തിച്ചു വന്നിരുന്നത്. പക്ഷേ ഈ 2019 പ്രളയത്തിൽ ഇവിടെ വ്യാപകമായ ഉരുൾപൊട്ടലുണ്ടായി. ഇതിനെ തൊട്ടടുത്ത് ഏതാണ്ട് 200 മീറ്റർ ദൂരത്തിലുള്ള കോളനിയിൽ 4 സ്ഥലത്തായിട്ട് ഉരുളുപൊട്ടി. അവരെയൊക്കെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്ന ഒരു സ്ഥിതി വന്നു. ഈ സ്ഥിതിയിൽ ഈ പല പഠന സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഈ പ്രദേശത്ത് ഉരുളുപൊട്ടുന്നത് ഈ കോറികളുടെ പ്രവർത്തനം മൂലമാണെന്നാണ് പഠന റിപ്പോർട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങിയെങ്കിലും ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന കോറി ഇപ്പോൾ ഉള്ളത് കൃഷിയെ ആവശ്യമായതിലാണ് എന്നുള്ള ജില്ലാ കളക്ടറുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പട്ടയ റദ്ദാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ശരി, നന്ദി ശ്രീ പുരുഷോത്തമൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കമണിയും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. വെള്ളമുണ്ട പഞ്ചായത്ത് പറയുന്നത് തീർച്ചയായിട്ടും ഈ ക്വാറി അനധികൃതമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പഞ്ചായത്തിൻ്റെ ലൈസൻസോടെയല്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ നടത്തി നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത്. ഒപ്പം തന്നെ പ്രദേശത്ത് താമസിക്കുന്നവർ വലിയ ആശങ്കയിലുമാണ്. ഇത് റെഡ് സോണിൽപ്പെട്ട പ്രദേശത്ത് ക്വാറി പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ചും ആദിവാസി കോളനികളൊക്കെ സമീപമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുമെന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.